ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിൽ പൂളാടിക്കുന്ന് ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വെങ്ങളം ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം പൂളാടിക്കുന്ന് വലിയൊരു ഫ്ലൈ ഓവറാണ് വന്നത്. അതിൻ്റെ വർക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുള്ളാടിക്കുന്നേ ഈ അത്യോളിക്ക് പോകുന്ന ഈ ജംഗ്ഷനിൽ ഇവിടെയാണ് ഈ ഫ്ലൈ ഓവർ വന്നത്. ഫ്ലൈ ഓവർ ഇവിടെ ഈ കോഴിക്കോട് നിന്ന് വരുന്ന അത്തോളിക്ക് വരുന്ന ഈ ഭാഗത്ത് ഡയറക്റ്റ് അങ്ങോട്ട് കടക്കാൻ കഴിയാൻ തോന്നണം. എനിക്ക് തോന്നുന്നു ഈ സർവീസ് റോഡ് ഇവിടെ താഴ്ത്താനോ അങ്ങനെയൊക്കെ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് താഴെ പോയിട്ടാണ് ഇപ്പോൾ യൂട്ടൺ ചെയ്ത് വരുന്നത്. കണ്ടോ, നേരെ ക്രോസിങ് അവിടെ കൊടുത്തിട്ടില്ല. അണ്ടർപാസ് നേരെ പോകുന്നില്ല. കുറച്ച് മുമ്പോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ഒരു സർക്കിൾ പോലെയാണ് ഇപ്പോൾ ഇങ്ങനെ കറങ്ങി വരണം. നീ അങ്ങനെയാണോ അറിയില്ല കേട്ടോ. ഇവിടെ ഒരു സർക്കിൾ ഒരു ഇതിലാണോ നീ വണ്ടി കടത്തി വിടാൻ പോകുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇനി ബാക്കിയുള്ളത്. അപ്പം ഇവിടുന്ന് അങ്ങോട്ട് ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മുഴുവനായിട്ട് കിടക്കുകയാണ്. ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഒരു പെട്ടെന്ന് തീർക്കും കേട്ടോ. അതിനൊന്നും കാലതാമസമില്ല. പക്ഷെ ഇവിടെ കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് വർക്ക് കേട്ടോ. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ ഭാഗത്ത് കുറച്ച് ഡിലേ തന്നെയാണ്. നമ്മളിനി ഇങ്ങനെ വെങ്ങളം ഭാഗത്തേക്ക് പോയി നോക്കാം എന്തൊക്കെയായി എന്നറിയണമല്ലോ വർക്ക്. വീഡിയോ നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ നല്ല ചന്തം ഉണ്ടാവും കേട്ടോ. പുറക്കാട്ടീരി ഇവിടെ ഒരു പുതിയ പാലത്തിന് ഇപ്പോഴൊക്കെ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കഴിഞ്ഞതാണ്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് എന്തായി എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. നിലവിലുള്ള ഈ പാലം 2 വരി പാതയാണ്. അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞാൽ കേട്ടോ. പാലമായിട്ട് ബന്ധിപ്പിക്കുന്ന അപ്രോച്ച് റോഡും റെഡിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് 6 വരി പാതയുടെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മനോഹരമായ സ്ഥലം, 2 ഭാഗത്തും തെങ്ങും തോപ്പൊക്കെ ആയിട്ട് പച്ച പിടിച്ച സ്ഥലം. ഡിവൈഡറിൻ്റെ വർക്കൊക്കെ അവിടെ അടിപൊളിയായിട്ട് അതിൻ്റെ പെയിൻറ്റിങ് വർക്കുകളും അതിൻ്റെ ഫിനിഷിങ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നോക്കത്താ ദൂരത്ത് കാണാം നമുക്ക് ഹൈവേ കടന്നു പോകുന്നത്. വെങ്ങളം വരെ ഏകദേശമൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ചില്ലറ ഭാഗങ്ങളിലൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ വർക്ക് തീരാനുള്ളത്. റൈറ്റ് സൈഡിലെ മണ്ണെടുത്ത് താഴ്ത്തി ഇട്ടാണ് അവിടെ റോഡ് കടന്നു പോയത്. ഇവിടെയൊക്കെ 2 ഭാഗത്തും സർവീസ് റോഡ് ഉണ്ടാവും കേട്ടോ. കുറേ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും തീരാനുള്ള ഭാഗങ്ങളുണ്ട്. ഇവിടെ കുറച്ച് ഭാഗം 6 വരി പാതയുടെ വർക്ക് ഇനിയും ബാക്കി കാണുന്നുണ്ട്. എന്തായാലും മാർച്ച് 31 ഇവർക്ക് സമയം. അതിന് മുമ്പ് തീർക്കണമെന്നാണ്
നാഷണൽ ഹൈവേ അതോറിറ്റി ആയിട്ടുള്ള ഇവരുടെ കരാറ്. പിന്നെ നീണ്ടുപോയാൽ ഇവരതിനുള്ള ഫൈനും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നാണ് നമ്മളൊക്കെ കേട്ട അറിവ് കേട്ടോ, പേപ്പറിലൊക്കെ വായിച്ച അറിവ്. ഡിസംബർ 31 മുമ്പായിട്ട് നിരപ്പായ സ്ഥലങ്ങൾ 6 വരിപ്പാത തുറന്നു കൊടുക്കണമെന്നാണ്, വാഹനങ്ങൾ ഓടിത്തുടങ്ങണമെന്നാണ്. മാർച്ച് 31 2025 മാർച്ച് 31 എല്ലാ അണ്ടർപാസുകളും ഓവർപാസുകളും ഫ്ലൈ ഓവറുകളും പണി തീർത്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇനി വല്ലാതെ വർക്ക് കാണുന്നില്ല. 6 വരിപ്പാതയുടെ അധിക ഭാഗത്തും ഒരു 75% വർക്കുകൾ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ പാലുണ്ട്, അതിൻ്റെ വർക്ക് ഇവിടെ കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല കേട്ടോ. ഇവിടെ പില്ലറുകൾ ഉയർന്നു നിൽക്കുന്നുള്ളൂ, അതിൻ്റെ ഗട്ടറുകൾ കാര്യങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഇത് കുറച്ച് ലോങ്, 2 ഭാഗത്തുണ്ട്. ഇതിൻ്റെ ഈ 2 ഭാഗത്തും പില്ലറുകൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്ക് ഇവിടെ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇവർ പറയുന്ന ഡേറ്റിൽ തീർക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഗട്ടറുകളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇവിടെ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗട്ടറുകൾ സ്ഥാപിച്ചു, പിന്നെ കോൺക്രീറ്റ് പോത്തി, അതിൻ്റെ മേലുള്ള കോൺക്രീറ്റ് പോത്തിനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. തീർക്കുമായിരിക്കും. അടിപൊളി കേട്ടോ. അതിൻ്റെ പെയിൻറ്റിങ്ങും ലൈനും കാര്യങ്ങളൊക്കെ വന്നാൽ കാണാൻ നല്ല ചന്തമുണ്ടാവും. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാലുകളൊക്കെ അവിടെ ഉയർന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു കേട്ടോ. രണ്ട് ഭാഗത്ത് നല്ല പച്ചപ്പ്, തെങ്ങും തോപ്പൊക്കെ ആയിട്ട്. പൊതുവെ താമസമൊക്കെ കുറഞ്ഞൊരു ഭാഗമാണ് ഇത്, ജനസാന്ദ്രത കുറഞ്ഞൊരു ഭാഗമാണിത്. ടൗണിൽ നിന്ന് കുറച്ച് വിട്ടിങ്ങോട്ട് പോകുന്നല്ലോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ ഇനി വാഹനങ്ങൾ പോകുന്നത്. ഇപ്പോൾ എവിടെ എത്തിയാലും ഇതാണ് വെങ്ങളം ഫ്ലൈ ഓവർ, അതിൻ്റെ മേലേക്കാണ് നമ്മളവിടെ കയറിപ്പോയത് കേട്ടോ. അതിൻ്റെ അപ്രോച്ച് റോഡ്, ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈ ഓവർ, അതും കുറച്ച് കണ്ണൂർ റോഡിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, NH66 കണ്ണൂർ റോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വെങ്ങളത്ത് വരുന്ന വലിയ ഫ്ലൈ ഓവർ, അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടാറിങ് പ്രവർത്തനത്തിന് മുന്നായിട്ട് ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇതിൻ്റെ ബാക്കി പ്രവൃത്തികളൊക്കെ വരുന്നത്. അതിൻ്റെ മേലെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ആ ഡിവൈഡറിൻ്റെ വർക്കിന് വേണ്ടി അവിടെ കമ്പിയും കാര്യങ്ങളൊക്കെ സെൻറ്ററിങ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നതാണ്. കുറച്ച് നീളമുണ്ട് കേട്ടോ ഈ ഫ്ലൈ ഓവർ. അപ്പോൾ ഇവിടുത്തെ ഫ്ലൈ ഓവറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളി. ഏകദേശം ഈ ഫ്ലൈ ഓവർ അവസാനത്തിലെത്താനായിട്ടോ. ഇത് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ആരെങ്കിലും നേരെ വന്ന് കയറി വന്ന് ഇതിലേക്കാണ് ചാടിപ്പോട്ടോ. രാത്രിയൊക്കെ ആരും വന്ന് നേരെ വിട്ടു പോരരുത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരും. ഇതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബായ്.